ഇന്ന് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് നെഗറ്റീവ് സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്യാം. സാധാരണ നമ്മൾ പറയാറുള്ളതല്ലേ, ഞാൻ അവിടെ പോകില്ല, അവൾ എന്നോട് മിണ്ടാറില്ല, അവൻ ഇവിടെ വന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാറില്ല, ചെയ്തില്ല, ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ ശരിയായി ഉപയോഗിച്ചില്ലെങ്കിലും അത് ശരിയാവില്ല. പോകില്ല എന്നതിന് പകരം പോയില്ല എന്ന് പറഞ്ഞാൽ ആകെ മീനിങ് ഒക്കെ മാറിപ്പോകില്ലേ? അപ്പോൾ ശരിയായി തന്നെ നമുക്കിന്ന് പ്രാക്ടീസ് ചെയ്യാം. ആദ്യത്തെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഡോണ്ട് പ്ലസ് V1 ഫോം. ഡോണ്ട് എന്നാൽ ഡു നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ്. V1 എന്നത് വേർബിൻ്റെ ബേസ് ഫോം. ഇത്തരം സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലാണ്. പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസസ് ആണ് നമ്മളിന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഐ ഡോണ്ട് ഗോ, ഞാൻ പോകാറില്ല. നോക്കൂ, ഐ എന്നതാണ് സബ്ജക്റ്റ്, പിന്നെ ഡോണ്ട് എന്നുപയോഗിച്ചു. അത് കഴിഞ്ഞ് ഗോ, ഒരു വേർബിൻ്റെ ബേസ് ഫോമാണ് അത്, അല്ലെങ്കിൽ V1 ഫോം. അപ്പോൾ ഞാൻ പോകാറില്ല, ഐ ഡോണ്ട് ഗോ. സബ്ജക്റ്റ് ഐ, അതുപോലെ യു, വി, ദേ, പ്ലൂറൽ സബ്ജക്ട്സ് ആയ വേറെ ഏതെങ്കിലും സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഡോണ്ട് എന്ന് തന്നെ ഉപയോഗിക്കാം. ഐ ഡോണ്ട് കം ഹിയർ, ഞാൻ ഇവിടെ വരാറില്ല. യു ഡോണ്ട് കം ഹിയർ, നിങ്ങൾ ഇവിടെ വരാറില്ല. വി ഡോണ്ട് കം ഹിയർ, ഞങ്ങൾ ഇവിടെ വരാറില്ല. ദേ ഡോണ്ട് കം ഹിയർ, അവർ ഇവിടെ വരാറില്ല. മൈ ഫ്രണ്ട്സ് ഡോണ്ട് കം ഹിയർ, എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ വരാറില്ല. ജോൺ ആൻഡ് അലക്സ് ഡോണ്ട് കം ഹിയർ, ജോൺ ആൻഡ് അലക്സ് രണ്ടുപേരും ഇവിടെ വരാറില്ല. പതിവായി ചെയ്യാറില്ല എന്ന മീനിങ്ങിലാണ് ഇത്തരം സെൻറ്റൻസസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സ്ട്രക്ചർ നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഡസൻറ്റ് പ്ലസ് V1 ഫോം. ഡസൻറ്റ് എന്നത് ഡസ് നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ്. ഇതും പതിവായി ചെയ്യാറില്ല എന്ന കാര്യത്തിന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, അതുപോലെ സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡസൻറ്റ് എന്ന് ഉപയോഗിക്കണം. എക്സാമ്പിൾസ് നോക്കൂ. ഹി ഡസൻറ്റ് കം ഹിയർ, അവൻ ഇവിടെ വരാറില്ല. ഷീ ഡസൻറ്റ് കം ഹിയർ, അവൾ ഇവിടെ വരാറില്ല. മൈ ഫ്രണ്ട് ഡസൻറ്റ് കം ഹിയർ, എൻ്റെ ഫ്രണ്ട് ഇവിടെ വരാറില്ല. അലക്സ് ഡസൻറ്റ് കം ഹിയർ, അലക്സ് ഇവിടെ വരാറില്ല. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസ് നോക്കാം. അതിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഡിഡിൻറ്റ് പ്ലസ് V1 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഡിഡിൻറ്റ് എന്നാൽ ഡിഡ് നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. സബ്ജക്റ്റ് ഏത് വേണമെങ്കിലും ആകാം. ഐ ഡിഡിൻറ്റ് സീ ദ മൂവി, ഞാൻ ആ മൂവി കണ്ടില്ല. യു ഡിഡിൻറ്റ് സീ ദ മൂവി, നിങ്ങൾ ആ മൂവി കണ്ടില്ല. അപ്പോൾ പാസ്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ മനസ്സിലായില്ലേ? ഇനി ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വോണ്ട് പ്ലസ് V1. വോണ്ട് എന്നാൽ വിൽ നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഇവിടെയും സബ്ജക്റ്റ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. എക്സാമ്പിൾസ് നോക്കൂ. ഐ വോണ്ട് ഗിവ് ഇറ്റ്, ഞാൻ അത് കൊടുക്കില്ല. യു വോണ്ട് ഗിവ് ഇറ്റ്, നിങ്ങൾ അത് കൊടുക്കില്ല. ഇനി നമുക്ക് കൂടുതൽ സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്യാം. ആദ്യം ഞാൻ മലയാളം സെൻറ്റൻസസ് പറയാം. ഒരു 10 സെക്കൻഡ്സ് സമയം കൊണ്ട് നിങ്ങളത് ആലോചിച്ച് വയ്ക്കണം, ഇംഗ്ലീഷിൽ എങ്ങനെ പറയും എന്ന്. ഞാൻ ലെറ്റേഴ്സ് എഴുതാറില്ല. I don't write letters. I don't write letters. അവൾ കംപ്ലെയിൻ ചെയ്യാറില്ല. അവൾ പരാതിപ്പെടാറില്ല.
ഷീ ഡസൻ കംപ്ലെയിൻ. ഷീ ഡസൻ കംപ്ലെയിൻ. അവൻ അവളെ വഴക്ക് പറയാറില്ല. He doesn't scold her. He doesn't scold her. Scold എന്നാൽ വഴക്ക് പറയുക. അവർ മാർക്കറ്റിൽ പോയില്ല. They didn't go to the market. They didn't go to the market. അവൾ അവനെ വഴക്ക് പറഞ്ഞില്ല. She didn't scold him. She didn't scold him. അവർ ഫിഷ് കഴിക്കില്ല. They won't eat fish. They won't eat fish. ജോൺ വെജിറ്റബിൾസ് വാങ്ങിയില്ല. John didn't buy vegetables. John didn't buy vegetables. ഞാൻ പൈസ കൊടുക്കാറില്ല. I don't give money. I don't give money. ശ്യാം പൈസ കൊടുക്കില്ല. ശ്യാം won't give money. ശ്യാം won't give money. ഞങ്ങൾ ഡ്രസ്സസ് കഴുകിയില്ല. We didn't wash the dresses. We didn't wash the dresses. നിങ്ങൾ പാചകം ചെയ്യാറില്ല. You don't cook. You don't cook. അപ്പോൾ ഇത്തരം സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്യുക.